പ്രിയപ്പെട്ടവരെ, ഈ ആലയം കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ലോകമെമ്പാടും സുവിശേഷത്തിൻ്റെ മുകുളങ്ങൾ കിളിർക്കാൻ കർത്താവ് ഈ ആലയത്തെ തിരഞ്ഞെടുത്തു. സ്നേഹബഹുമാനപ്പെട്ട പട്ടാലച്ചൻ, സോജിയച്ചൻ, ബിനോയച്ചൻ, നമ്മുടെ എല്ലാ വൈദികർ, ലക്ഷക്കണക്കിന് ജനം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ കർത്താവ് ഈ ആലയത്തെ ദൈവമഹത്വത്തിനായി ഉപകരണമാക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ശക്തിയോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ പോരാ, ഒരു 500 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ പോരാ, സ്വരം ഉയർത്തി, സ്വരം ഉയർത്തി. എല്ലാവരും സ്തുതിക്കണം, എല്ലാവരും കരങ്ങൾ ഉയർത്തണം, എല്ലാവരുടെയും അതിരങ്ങൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യുവാക്കൾ സ്തുതിക്കട്ടെ, ബാലന്മാർ സ്തുതിക്കട്ടെ, കുടുംബങ്ങൾ സ്തുതിക്കട്ടെ, സിസ്റ്റേഴ്സ് സ്തുതിക്കട്ടെ, വൈദികർ സ്തുതിക്കട്ടെ. ഈ ആലയത്തിനകത്തും പുറത്തു നിൽക്കുന്നവർ ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യദൈവമേ, കത്തിപ്പടരണമേ വിട്ടേ, സത്യരൂപിയാ കത്തിപ്പടരണമേ വിട്ടേ, കത്തിപ്പടരണമേ വിടേ. നമുക്ക് വലതുകരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ സന്തോഷത്തോടെ ഉറക്കെ ഏറ്റു പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വട്ടാലച്ചൻ കഴിഞ്ഞ വർഷം ടീം റിട്രീറ്റിന് UK വന്നപ്പോൾ അച്ഛൻ ശുശ്രൂഷകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ക്രൂശിതനായ കർത്താവിനെ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തിൽ, കൃപയിൽ വളരാൻ ഏറെ അനുഗ്രഹമാണ്. അച്ഛൻ പറഞ്ഞത് അതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോം നമ്മൾ സിമ്പിളായിട്ട് മനസ്സിൽ ഓർക്കുക. 1-ാം സ്ഥലം ഈശോയെ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു, പിന്നെ പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. 3-ാം സ്ഥലത്ത് 1-ാം പ്രാവശ്യം വീഴുന്നു, പരിശുദ്ധ അമ്മയെ കാണുന്നു. അച്ഛൻ പറഞ്ഞു വേറെ പ്രാർത്ഥനകളൊന്നും വേണ്ട, കണ്ണുകൾ അടച്ചൊന്ന് ചിന്തിക്കുക. ചിലപ്പോൾ 4-ാം സ്ഥലം വെക്കുമ്പോൾ അവിടെ നിന്നു പോകും, കാരണം പരിശുദ്ധ അമ്മയെയും ഈശോയെയും നമ്മൾ കാണുകയാണ്. അച്ഛൻ പറഞ്ഞു അത്രയും മതി. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രൂശിതൻ്റെ ശക്തി, ക്രൂശിതൻ നടന്ന വഴി, അല്ലേ? യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നാം അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നൊയമ്പ് കാലമൊക്കെ വരുമ്പോൾ ഈ 14 സ്ഥലങ്ങളിലൂടെ കടന്നുപോയി കുറച്ച് കയ്പുനീര് കുടിച്ച് അത് തലയിൽ തൂത്ത് നിന്നു പോകാനുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ശിക്ഷണത്തിൻ്റെ കാലഘട്ടമുണ്ട്, വിശ്വാസ പോരാട്ടത്തിൻ്റെ കാലഘട്ടമുണ്ട്, സ്തുതിപ്പിൻ്റെ കാലഘട്ടമുണ്ട്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന കാലഘട്ടമുണ്ട്. എന്നാൽ ഈ 14 വിയാസാഗ്രയുടെ മുഹൂർത്തങ്ങൾ കഴിയുമ്പോൾ പിന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ ശക്തി പ്രകടമാകുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ആരംഭിക്കുന്നത് ശൂന്യമായ കല്ലറ. ഇന്ന് നീ ഇവിടെ വന്നപ്പോൾ എന്തിനാണ് ഈ അട്ടപ്പാടിയിൽ പോകുന്നത്? നീ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഗുണം? ചിലപ്പോൾ മക്കൾ ചോദിക്കും, അമ്മ ഈ പരിപാടിയുമായി ഇത്ര നാൾ നടന്നിട്ട് അപ്പന്റെ മദ്യപാനത്തിന് വല്ല മാറ്റവുമുണ്ടോ? കുടുംബത്തിന്റെ കടബാധ്യതയ്ക്ക് മാറ്റമുണ്ടോ? ഈ 100 രൂപയുണ്ടെങ്കിൽ, ഈ 500 രൂപയുണ്ടെങ്കിൽ അത് എന്തിനെങ്കിലുമൊക്കെ ഉപകരിക്കില്ലേ എന്ന് ചോദിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിൽ, ചുറ്റുപാടുകളിൽ കാണാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ശൂന്യമായ കല്ലറയുടെ ഒരു അനുഭവം കർത്താവ് നൽകും. അധിക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ, കുറ്റം പറയുന്നവരുടെ മുമ്പിൽ, തള്ളിപ്പറയുന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നു. എൻ്റെ പഴയത് കടന്നുപോയി, യെശയ്യാ 43:18, പുതിയത് വന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു കൃപയുടെ, ഒരു അത്ഭുതത്തിന്റെ ജീവിതം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. വിശ്വസിക്കുന്നവർ ശക്തമായി കരങ്ങളടിച്ച് യേശുവേ എന്ന് വിളിച്ചേ. ഇങ്ങനെ വിളിച്ച യേശു വരികയില്ല, നന്നായിട്ട് വിളിച്ചേ യേശുവേ.
പോരാ, ആയിരക്കണക്കിന് പേരുണ്ട്. നന്നായിട്ട് രണ്ട് കരങ്ങളും ഉയർത്തി വിശ്വാസത്തോടെ വിളിച്ചേ. ഇപ്പൊ നിങ്ങൾ ഒരു നഴ്സറി സ്റ്റുഡന്റിന്റെ അത്ര ആയിട്ടുണ്ട്, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ കയറാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ട്. എന്നാലും വെരി ഗുഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഈശോ അനുഗ്രഹിക്കുന്നു പറഞ്ഞേ. ഈശോ ശൂന്യമായ കല്ലറകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് പറഞ്ഞേ. പറ, അങ്ങോട്ടും ഇങ്ങോട്ടും പറ. എംപ്റ്റി ടൂംബ് വരും, അവിടെ അത്ഭുതത്തിന്റെ ടൂമ്പുകൾ നമുക്കുണ്ടാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം അതേ അധ്യായം 15-ാം തിരുവചനത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. ഉത്ഥാനത്തിന്റെ ക്രിസ്തു അവളുടെ അടുക്കിലേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? ലാസറിന്റെ മുമ്പിൽ കരഞ്ഞവനാണ്, അവന്റെ കരച്ചിൽ അവിടെ നിൽക്കുന്നില്ല. ഉത്ഥാനത്തിന്റെ ക്രിസ്തു നമ്മോടൊത്ത് നമുക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമാണ്. മോളെ, താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന മോളെ, നിന്നെ കർത്താവ് സുഖപ്പെടുത്തും. നിന്റെ ആഗ്രഹങ്ങളിലേക്ക്, നിന്റെ ചിന്തകളിലേക്ക് ഈശോ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയമില്ല പേരൊക്കെ ചോദിക്കാൻ. പിന്നെ തോമാസ് ലീഹയൊന്ന് ഓർത്തേ. തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഈശോ ശിഷ്യന്മാരോട് ആദ്യം പറഞ്ഞു, നീ വന്ന് കാണ്. ഇവിടെ ഈശോ ചെന്ന് കാണുകയാണ്, ചെന്ന് കാണുന്ന ഈശോ. ഇന്ന് ആദ്യമായി കടന്നു വന്ന ചില ജീവിതങ്ങളുണ്ട്. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശോ തന്റെ മുറിപ്പാടുകൾ കാട്ടിത്തരും, ഈശോ തന്റെ സ്നേഹം കാട്ടിത്തരും. എന്നിട്ട് ഈശോ പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇന്ന് സോജിയച്ചൻ പറഞ്ഞു, നമ്മുടെ ഈശോയുടെ പ്രത്യേകത എന്താണ്? അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. The last act of the risen Lord to bless the entire world. Each one of us അവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ തേടിച്ചെല്ലുന്ന ഒരു ഈശോയുണ്ട്, വീണ്ടും വീണ്ടും സുഖപ്പെടുത്തുന്ന. ഇന്ന് പാപത്തിന്റെ, അടിമത്തത്തിന്റെ, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ, മദ്യപാനത്തിന്റെ, കഴിഞ്ഞകാല ജീവിതത്തിന്റെ വേദനകളുടെ പേരിൽ നട്ടം തിരിയുന്ന നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് നിന്നെ അനുഗ്രഹിച്ച് നിന്റെ ജീവിതത്തിന് പുത്തൻ കൃപ നൽകുന്ന ഒരു ഉത്ഥാനത്തിന്റെ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയെയാണ് നമ്മൾ ആരാധനയിൽ കണ്ടുമുട്ടാൻ പോകുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഈശോ കടൽക്കരയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? എടി ത്രേസ്യാക്കുട്ടി, എടി ജോണേ, എടി ആന്റണി, നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? ഈശോ ചോദിച്ചത് മാത്രമല്ല, ആ ചോദിച്ച ഈശോ അവർ മടങ്ങി വന്നപ്പോൾ അവർക്ക് പ്രാതലൊരുക്കി കാത്തിരുന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരെ അനുഗ്രഹിക്കുന്ന, അവർ പിടിച്ച മീനും കൂടെ ചേർത്ത് വയ്ക്കുന്ന ഒരു ജീവിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ പറയാനുണ്ട്. ഉത്ഥാനത്തിന്റെ ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ്. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എണീറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞു, വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് വരും, എല്ലാം ശരിയാകും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11:4-33 അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഥാനത്തിന്റെ ക്രിസ്തു ക്രൂശിതൻ ഫസ്റ്റ് എപ്പിസോഡാണെങ്കിൽ ഉത്തിതൻ സെക്കൻഡ് എപ്പിസോഡാണ്. ഈ രണ്ട് എപ്പിസോഡുകളും ഇഴ ചേരുന്നതാണ് ക്രിസ്തീയ ജീവിതം. അണിപ്പാട് ഏറ്റവൻ ഉത്ഥാനം ചെയ്തിട്ടും അവന്റെ പാടുകൾ മായുന്നില്ല. നിന്റെ സഹനങ്ങൾക്ക് സ്വർഗത്തിൽ വിലയുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിന്നെ സ്തംഭമാക്കും, നിന്നെ നിഗൂഢ മന്നയാക്കി മാറ്റും, നിന്നെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തും. നിനക്ക് രണ്ടാം മരണം ഉണ്ടാകുകയില്ല. കാരണം നീ യേശുവിനെ സ്നേഹിച്ച മകനും മകളുമാണ്. യേശുവിന് വേണ്ടി സുവിശേഷ വേല ചെയ്തവരാണ്, യേശുവിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും കണ്ണുകളടക്കി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:33 ഇപ്പോൾ മാംസം ധരിക്കുകയാണ്. ഈ കാലയളവിൽ അനേക ശുശ്രൂഷകളിൽ ഇപ്പോൾ നിങ്ങൾ യാതൊരുവിധ യാചനകളും ഈശോയോട് പറയരുത്. ഇപ്പോൾ നിങ്ങൾ യാതൊരു നന്ദി വിഷയവും ഈശോയോട് പറയരുത്. നിങ്ങൾ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഉത്ഥാനത്തിന്റെ ക്രിസ്തുവിനെ വിളിക്കണം. ചിലരുടെ ജീവിതങ്ങളിൽ ഈശോ പ്രകാശമായി വന്നു നിറഞ്ഞാൽ നിന്റെ അന്ധകാരം മാറും.
ചിലരുടെ ജീവിതങ്ങളിൽ ശക്തിയായി വന്നു നിറഞ്ഞാൽ അത് അത്ഭുത സൗഖ്യമായി മാറും. ചിലരോട് ഈശോ സംസാരിക്കും, ചിലരുടെ കണ്ണുനീർ തുടയ്ക്കും, ചിലരെ പിടിച്ചെണീപ്പിക്കും, ചിലരെ സൗന്ദര്യപ്പെടുത്തും, ചിലർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും. ഇത് നമ്മൾ കർത്താവിനെ പിടിക്കുകയല്ല, കർത്താവ് നമ്മളെ പിടിക്കുന്ന നിമിഷമാണ്. ഹല്ലേലൂയ. പ്രകടമായ രീതിയിൽ ദൈവശക്തി നിന്റെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരും. ജീവിക്കുന്ന കർത്താവിനെ കാണാൻ ഈ നിമിഷം അനേകർക്ക് കൃപ ലഭിക്കും. പൈശാചിക തിന്മകൾ നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവം കർത്താവ് ഇപ്പോൾ നൽകും. ഒരു പുതിയ സൃഷ്ടിയായി മടങ്ങിപ്പോകാൻ ഉത്ഥാനത്തിന്റെ ക്രിസ്തു നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്നെ സ്പർശിക്കും. അതുകൊണ്ട് കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ഒരു 2-3 മിനിറ്റ് യേശുവേ യേശുവേ എന്ന് വിളിച്ച് ദൈവത്തിന്റെ ശക്തി കടന്നു വരാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഈശോ Release the Lord. Release the Lord. Receive the power. Receive the power of resurrection. Receive the power of resurrection. Receive the power of resurrection. Receive the truth. Receive the light. Receive the grace. ഈശോ വരുന്നു. ഈശോ ഈശോ യേശുവേ 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 ചങ്കി പൊട്ടി വിളിക്കട്ടെ. യേശുവേ 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 ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു.